ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, അതുപോലെ തന്നെ ഇന്നത്തെ യാത്ര ശരിക്കും നിർത്തിവെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഗ്രൂപ്പിലൊക്കെ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിലൊരു യാത്രകാരനായിട്ടൊരു ഗ്രൂപ്പൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതിൽ ഇന്നത്തെ യാത്ര നിർത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോയപ്പോഴാണ് കുറച്ച് ഒരു ഉണർവും വെയിലൊക്കെ വന്നപ്പോൾ ഇതിന്റെ പുണ്യത്തിന് വേണ്ടി എല്ലാവരും യാത്ര തുടങ്ങും. അപ്പൊ നാളെയും മഴ ഉണ്ടെങ്കിൽ പിന്നെ യാത്ര പിന്നെ കാശ്മീരിലെത്തില്ലല്ലോ എന്ന് പറഞ്ഞ ചോദ്യത്തിൽ പിന്നെന്ത് ചെയ്ത് യാത്ര വീണ്ടും തുടങ്ങിയതാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഞാൻ 2 കേന്ദ്രങ്ങളിൽ പോയി വീക്ഷിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഉസ്താദന്മാർ ഇവിടെ വന്നപ്പോൾ ഓരോന്നും ഇവിടെ 2 ദിവസത്തെ വീഡിയോ ഉണ്ടോ പ്രിയപ്പെട്ട ഉസ്താദന്മാര്? അപ്പൊ 3-ാമത്തെ 4-ാമത്തെ ദിവസത്തുള്ള വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. അതെന്താ പറ്റി? ഞങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ഇതാണ് ജാമ്യ തരുന്ന ഉസ്താദന്മാരും അതുപോലെ തന്നെ മുതാലിമീങ്ങളും അതുപോലെ തന്നെ ഇവിടെ വിദ്യാർത്ഥി സുഹൃത്തം എന്നുള്ളത് ഇതിന് പൈതൃകം എന്ന് പറയുന്നു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല യാത്ര കബൂൽ ചെയ്യട്ടെ. അതുപോലെ തന്നെ ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർ, അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദന്മാർ ഇങ്ങനെ ഈ സമയത്തും ഉസ്താദന്മാരെ വിലപ്പെട്ട സമയത്ത് കളഞ്ഞിട്ടും. അപ്പോൾ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ജാമ്യയിൽ ഏറ്റവും കൂടുതൽ മൂല്യമായ സമയം എന്ന് പറയുന്നത് വൈകുന്നേരത്തെ സമയം. ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മുത്താലിമീങ്ങൾക്കും ഫൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സമസ്തക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഇൻഷാ അല്ലാഹ് ഇത് കബൂലാവണം, വിജയിക്കണം. ഹലോ ഗൈസ്, സുഹൃത്തുക്കളെ എന്ന് പറയുന്നതിനപ്പുറം ഒരു ഇഖ്ലാസിലായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. യാത്ര ഭയങ്കര ശക്തമായ മഴയാണ്. അതുപോലെ തന്നെ യാത്ര വൃത്തിവെക്കുന്നില്ല. തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെ പോകുമ്പോൾ മണ്ണിങ്ങനെ ഇടിയാണ്. അപ്പൊ ഞാൻ ലോറിയിടുമ്പോൾ മനാഫിന് അർജുനൊക്കെ കൊടുത്തു. കുറച്ചും കാത്ത് രക്ഷിക്കട്ടെ. നമുക്ക് കണ്ടിട്ടല്ലേ ഇതെല്ലാം വിജയിക്കും. ഇൻഷാ അല്ലാഹ് ഉസ്താദന്മാരൊക്കെ പ്രാർത്ഥന ആണല്ലോ നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. എല്ലാവരും ദുആ ചെയ്യാം. ബിഹഖി നബീന മുഹമ്മദ് മുസ്തഫ. ഉസ്താദന്മാരുടെ മുമ്പിൽ ഇങ്ങനെ പറയലൊക്കെ അനാദരവാണ്. പക്ഷെ എന്റെ പ്രിയപ്പെട്ട സംസ്ഥയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ജാമ്യയില നമ്മുടെ പ്രിയപ്പെട്ട ജാമ്യയിലെ മുത്താലിമീങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഇതുപോലെ നമുക്ക് എവിടെ ഒരുമിച്ച് വിടണം? ദുനിയയിൽ ഒരുമിച്ച് കൂടണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ പ്രിയപ്പെട്ട ഉസ്താദന്മാരൊപ്പം നമുക്ക് എവിടെ ഒരുമിച്ച് കൂടണം? നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, ഉസ്താദന്മാരുടെ അടുത്തുള്ള ആ സ്വീകരണം നമ്മൾ വിചാരിച്ചതിലപ്പുറമാണ്. കാരണം കോരിച്ചൊരിയുന്ന മഴ നമ്മൾ എത്തിപ്പെടേണ്ട സമയത്തിൻ്റെ അപ്പുറം അത് ക്യാൻസൽ ചെയ്തു. പിന്നെ ഇങ്ങനെ മഴ ഉണർവ് വന്നപ്പോൾ വീണ്ടും ചെന്നു. വീണ്ടും മഴത്താണെങ്കിലും ഉസ്താദന്മാരെ വിലപ്പെട്ട സമയം നമുക്ക് ചിലവഴിച്ചു. അതിലേറെ കുട്ടികളും അതുപോലെ ഉസ്താദന്മാരെ ഹൃദ്യമായ പ്രാർത്ഥനയും ഈ യാത്ര വിജയിക്കണം എന്നുള്ള, അതുപോലെ തന്നെ ഒരുപാട് കുശല തമാശകളൊക്കെ പറയാനും ഉസ്താദന്മാരായിട്ട് നമ്മൾ കൂടുതൽ നമ്മളവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയായിട്ടാണല്ലോ കൂടുതൽ കാലം കഴിഞ്ഞത്. പക്ഷേ ഉസ്താദന്മാരായിട്ട് ഒന്നും കൂടി അടുക്കാനൊക്കെ ഈ യാത്ര കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. അല്ലാഹു നമ്മുടെ ബഹുമാനപ്പെട്ട ഉസ്താദന്മാർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരെ കുരുത്തം പൊരുത്തം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കട്ടെ.